സംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്ന് മുനമ്പം സമരസമിതി പ്രവർത്തകർ. വഖഫ് സംരക്ഷണ സമിതി നേതാക്കളായ നാസർ മനയിൽ, അബ്ദുൾ സലാം എന്നിവർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കണമെന്ന് പ്രധാനപ്പെട്ട ആവശ്യം. അതേസമയം മുനമ്പത്തെ വഖഫ് അധിനിവേശം വിഷയത്തിൽ CPM സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ബഹിഷ്കരിച്ച് മുനമ്പം സമരസമിതി. സമരപന്തലിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത CPMന്റെ ഇത്തരത്തിൽ ഉള്ള സമരത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് സമരസമിതി അംഗങ്ങളുടെ തീരുമാനം. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, CPM നടത്തിയ സമരത്തിൽ നിന്നും അവർ സമ്പൂർണ്ണമായി വിട്ടുനിൽക്കുന്നു, അത് കപടതയാണ് എന്നവർ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്നലെ വൈകിട്ട് ഇപ്പോൾ ഈ മുനമ്പം സമരം നടക്കുന്ന 77-ാം ദിവസമാണ്. ഇന്നലെ 76-ാമത്തെ ദിവസമാണ്. ഇന്ന് വരെ ഈ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത CPM അവിടെ നിന്ന് ഏതാണ്ട് 100 മീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലത്ത് പന്തൽ കെട്ടി ഇത്തരത്തിലൊരു ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് അവർ ഒരു രാഷ്ട്രീയ വിശദീകരണം നടത്തിയത്. എന്നാൽ ആ രാഷ്ട്രീയ വിശദീകരണം നടത്തുമ്പോൾ അത് ഈ സമരത്തോടുള്ള ഒരു അവഗണനയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ അതിനെ കണ്ടത്. ഇന്നലെ CPM സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മയിലേക്ക് അവിടുത്തെ ആൾക്കാരെ, മുനമ്പം വാസികളെ എല്ലാം തന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ പോലും അവരെടുത്ത ഒരു നിലപാട് അവിടേക്ക് പോകണ്ട എന്നത് തന്നെയായിരുന്നു. കാരണം ഈ ക്രിസ്മസ് ദിവസവും അവിടുത്തെ MLA അവിടെ എത്തും, ഈ സമരപന്തലിൽ എത്തുമെന്നൊക്കെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഉണ്ണികൃഷ്ണൻ അവിടേക്ക് എത്തിയിരുന്നില്ല. അത് പാർട്ടി വിലക്കുമൂലമാണ് എന്നതാണ് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ വാർഡ് മെമ്പർ, തൊട്ടടുത്ത വാർഡിലടക്കം അവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരോ CPMന്റെ പ്രാദേശിക നേതാക്കളോ ആരും തന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവർ നടത്തുന്ന പരിപാടിയിലേക്ക്, അവരുടെ പടിക്കലേക്ക് പോയി അവരെ കാണേണ്ട ഒരു സാഹചര്യം മുനമ്പം ജനതയ്ക്ക് ഇല്ല എന്നൊരു നിലപാടിലേക്ക് അവരെടുത്തു. അതോടൊപ്പം തന്നെ CPMൻ്റേത് ഒരു ഇരട്ടത്താപ്പ് രാഷ്ട്രീയമാണെന്ന ഒരു വിലയിരുത്തൽ കൂടിയാണ് അവിടുത്തെ ജനതയ്ക്കുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൂർണ്ണമായും ആർക്ക് വേണേൽ പങ്കെടുക്കാമെന്ന് മുനമ്പം സമരസമിതി തീരുമാനിച്ചെങ്കിൽ പോലും ഈ 610 കുടുംബത്തിൽ ഒരാൾ പോലും ഈ CPM സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് പോകുന്നില്ല എന്ന ഒരു നിലപാടിലേക്ക് പോയത്. ഇതേ സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ മുനമ്പം ജനതയുടെ അവരുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സമരത്തിനെതിരെ CPM ഈ യോഗത്തിൽ ഉന്നയിച്ചതും. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഒരു ദേവാലയത്തെ അവർ സമരവേദിയാക്കി മാറ്റി എന്ന തരത്തിലാണ് അവിടുത്തെ ജനങ്ങൾ ഓരോ സമുദായത്തിൽപ്പെട്ടവരുടെ എണ്ണം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗിരീഷ് അത്തരത്തിൽ സംസാരിച്ചത്. അത്തരത്തിൽ ഇത്രയും വിഭാഗക്കാരുള്ളപ്പോൾ ഇത് ഒരു സമുദായം ഇത് ഏറ്റെടുക്കുന്നു, ഇതൊരു സമുദായത്തിൻ്റെ സമരമാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ EMS സർക്കാരിനെ അട്ടിമറിക്കാൻ, അന്ന് നടന്ന ആദ്യത്തെ EMS സർക്കാരിനെ അട്ടിമറിക്കാൻ വിദേശ ശക്തികളടക്കം ഇടപെട്ടിരുന്നു. അത്തരത്തിലുള്ള സ്വാധീനം ഈ മുനമ്പം സമരത്തിലേക്കും വരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് CPM നേതാക്കൾ ഉന്നയിച്ചത്. ഇതേ സാഹചര്യത്തിൽ തന്നെ P. രാജീവ് ഇന്നലെ ശ്രമിച്ചത് ഈ പ്രശ്നങ്ങളെല്ലാം, വഖഫ് പ്രശ്നങ്ങളെല്ലാം തന്നെ UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നത് ചിത്രീകരിക്കാനായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്, ഒരു UDF നേതാവ് വഖഫ് ബോർഡ് ചെയർമാനായി ഇരിക്കുമ്പം റഷീദ് സാദിഖ് അലി തങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് എന്ന് ഉള്ള ഉത്തരവ് ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുനമ്പത്തെ ഇപ്പോഴത്തെ ഈ തർക്കഭൂമി അത് ഫറൂഖ് കോളേജ് ഇവിടുത്തെ ജനങ്ങൾക്ക് വിൽക്കുന്നത് ഒരു KPCC സെക്രട്ടറി ഫറൂഖ് കോളേജിൻ്റെ അധികാരത്തിലിരിക്കുമ്പോഴാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ വഖഫ് ഭൂമി എന്ന പട്ടികയിൽ വന്നതിന് ശേഷം അവർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് നികുതി അടയ്ക്കാനുള്ള ആ ഒരു അവകാശം അതിൽ നിയമത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് നൽകാൻ പിണറായി സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെ വഖഫ് ബോർഡിലും അതോടൊപ്പം തന്നെ നിയമസഭയിലും സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ടും പ്രതിഷേധവുമായി എത്തിയത് UDF നേതാക്കളായിരുന്നു. അതിനുശേഷം UDF നേതാക്കൾ ഈ സമരപന്തലിൽ പോയിരുന്ന് അവർക്കൊപ്പമെന്ന് പറയുന്നത് UDFൻ്റെ ഇരട്ടത്താപ്പാണെന്ന് ചിത്രീകരിക്കാനായിരുന്നു P. രാജീവ് അടക്കമുള്ള CPM നേതാക്കൾ ശ്രമിച്ചതും. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവർ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം അടക്കം അന്വേഷിക്കണം,
വഖഫ് ബോർഡ് അംഗങ്ങൾ കൂടിയായിരുന്ന ഇവരുടെ അഴിമതിയും മറ്റും സംബന്ധിച്ചും എല്ലാം തന്നെ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഈ സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തിയപ്പോൾ നിവേദനവും നൽകി. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികളടക്കം പരിശോധന നടത്തണമെന്ന ഒരു ആവശ്യമാണ് മുനമ്പത്തെ സമരസമിതിക്കാരും അവിടുത്തെ ജനവും ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ വളരെ സങ്കീർണമായ നിലയിൽ തന്നെയാണ് ഇപ്പോഴും മുനമ്പം വിഷയം നിലനിൽക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് LDFിലും UDFിലും കടുത്ത നിരാശയാണ് അവരുടെ സമീപനങ്ങളിൽ മുനമ്പം ജനതയ്ക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ പറയേണ്ട UDFും ഇവിടെ വലിയ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുനമ്പത്ത് നിന്ന് പോയതാണ്. പിന്നീട് തിരിഞ്ഞു നോക്കുന്നത് ക്രിസ്മസ് ദിനത്തിൽ അവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി അവിടെ എത്തുന്നു. എന്നാൽ പോലും ഇത് സംബന്ധിച്ച മുനമ്പം വിഷയത്തിലെ വഖഫ് അധിനിവേശത്തിനെതിരെ ഇപ്പോൾ UDF സംസാരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു. ഇതിലും കടുത്ത അമർഷമാണ് മുനമ്പം ജനതയ്ക്കുള്ളതും വിനോദ്. ശരി. അതെ, മുനമ്പം ജനത ഈ കള്ളത്തരങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഈ ഇരട്ടത്താപ്പ് അവർ തിരിച്ചറിയുന്നു.